മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ആസ്ട്രോളജർ ഗണപതി നിലയം മോഹൻദാസ്. മഴ, വെള്ളം, ബഹളം എല്ലാത്തിൻ്റെ ഇടയ്ക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള, അതായത് 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കടകം 32-ാം തീയതി വരെയുള്ള പുതുവർഷ ഫലങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കാൻ ഇരിക്കുന്ന വിഷയം രാശി സമൂഹത്തിലെ ഒന്നാമത്തെ രാശിയായിട്ടുള്ള മേടൻ രാശിയുടെ ഫലപ്രവചനം നടത്തിക്കൊണ്ട് ഈ പരിപാടി സമാരംഭിക്കുകയാണ്. മേടൻ രാശിയിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം തുടങ്ങിയ നക്ഷത്രങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. മേടക്കൂറുകാർക്ക് ഇപ്പോൾ പൊതുവെ ഈ വർഷാരംഭം വളരെ ഗുണപ്രദമാണ്. അതായത് ഈ വർഷം ജൂൺ മാസത്തിൽ സംഭവിച്ചിരിക്കുന്ന വ്യാഴത്തിൻ്റെ പ്രകരണം, വ്യാഴത്തിൻ്റെ മാറ്റം മേടക്കൂറുകാർക്ക് പൊതുവെ വളരെ നല്ല രീതിയിലുള്ള അനുഭവങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത്. വ്യാഴം ഈ കൊല്ലം 4-ാം ഭാഗത്തും, ചന്ദ്രൻ 4-ാം ഭാഗത്തും 5-ാം ഭാഗത്തുമായി വ്യാഴം നിലകൊള്ളുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ 2025 കാലഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചന്ദ്രൻ 3-ൽ മിഥുനത്തിൽ നിന്നിരുന്ന വ്യാഴം 4-ാം ഭാഗത്ത് കർക്കിടകത്തിലേക്ക് വന്നതോടുകൂടി തന്നെ മേടക്കൂറുകാരിൽ പെടുന്ന മുൻപറഞ്ഞ നക്ഷത്രക്കാർക്ക് പൊതുവെ മനസ്സമാധാനം, അതേമാതിരി വീട് പണി, വീടിൻ്റെ മെയിൻ്റനൻസ്, പുതിയ വീട് മേടിക്കൽ, വാഹനം വാങ്ങൽ, അതുപോലെയൊക്കെയുള്ള 4-ാം ഭാവത്തിലെ കൊണ്ട് പറയപ്പെടുന്നതായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷം ഈ വർഷം 10-ാം മാസത്തോടെ വ്യാഴം അതിചാരം വഴി ചിങ്ങരാശിയിലേക്ക്, അതായത് 5-ാം ഭാവത്തേക്ക് വരുന്നു. അങ്ങനെ 5-ാം ഭാവത്തേക്ക് വരുമ്പോഴാണെങ്കിലും വളരെ നല്ല അനുഭവങ്ങളാണ്. സന്മനസ്, വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതികൾ, അതേമാതിരി പുതിയ കോഴ്സുകൾ, അതുപോലുള്ള രീതിയിലുള്ള നമ്മൾ വിചാരിച്ച രീതിയിലുള്ള പുതിയ രീതിയിലുള്ള വിദ്യകളൊക്കെ പഠിക്കാൻ സാഹചര്യം ഉണ്ടാവുക, നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഗുരുക്കന്മാരെ കിട്ടുക, നമ്മൾ വിചാരിച്ച മാതിരിയുള്ള വിദ്യാലയങ്ങളിൽ പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക, ആധ്യാത്മികമായിട്ടൊക്കെ സമയം വളരെ നന്നായിട്ട് മെച്ചപ്പെടുക, അതേമാതിരി സന്താന ഭാഗ്യം, വ്യാഴം സന്താനകാരകനാണ്. വളരെ കാലങ്ങളായിട്ട് മക്കളുണ്ടാവാത്ത ഒക്കെ ഇന്ന ആൾക്കാർക്ക് സന്തതികൾ ഉണ്ടാവുക, സുഖപ്രസവങ്ങളൊക്കെ സംഭവിക്കുക, അതേമാതിരി മക്കളെ കൊണ്ട് സന്തോഷിക്കാനായിട്ട് ഇടവരിക, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസ കാര്യങ്ങൾ, അതേമാതിരി ജോലി കിട്ടൽ, അതുപോലെയൊക്കെയുള്ള സന്താനങ്ങളെ കൊണ്ട് സുഖം ഉണ്ടാകത്തക്ക രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക. അതുപോലെ ഏത് രീതി നോക്കിയാലും മേടക്കൂറുകാരായിട്ടുള്ള അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം പെടുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെ ഗുണപരമായിട്ടുള്ളൊരു കാലമാണ് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ സംഭവിക്കുന്നത്. അതെന്താണ് ഇങ്ങനെ ആരംഭത്തിൽ സംഭവിക്കുന്നത്, അത് കഴിഞ്ഞാൽ പിന്നെ മാറുമോ എന്നുള്ള രീതികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ വ്യാഴത്തെ കൊണ്ട് മാത്രമല്ല ഈ കൊല്ലം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 2026 വർഷമല്ല, നമ്മൾ ഈ പുതിയ ചിങ്ങം 1-ാം തീയതി മുതൽ തുടങ്ങുന്ന സംവത്സരം, മലയാള സംവത്സരം, മലയാള വർഷം അല്ലെങ്കിൽ കൊല്ലവർഷ കാലഘട്ടത്തെ പറ്റിയാണ് നമ്മൾ പറയണത്. ജ്യോതിഷം പൊതുവെ ഇംഗ്ലീഷ് വർഷത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല കേരളത്തിൽ പറയണത്, മലയാള വർഷത്തിനെ പറ്റിയാണ്, അല്ലെങ്കിൽ കൊല്ലവർഷത്തിനെ പറ്റി രീതിയിലുള്ളതാണ്. അങ്ങനെയാണ് മലയാളികളുടെ ഒരു കണക്കുകൂട്ടൽ. അപ്പം മലയാള ജ്യോതിഷ കാര്യങ്ങളിൽ അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ
അതായത് ഈ ചിങ്ങം 1 മുതൽ അടുത്ത 2027 സംഭവിക്കുന്നതായിട്ടുള്ള കർക്കിടക മാസത്തിൻ്റെ 32-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ ആദ്യകാലങ്ങളിൽ മേടക്കൂറുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഗുണപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് 2027 6-ാം മാസത്തിൽ, അതായത് ജൂൺ മാസത്തിൽ ശനിയും രാശി മാറുകയാണ്. അങ്ങനെ ശനി രാശി മാറുമ്പോൾ മേടക്കൂറുകാർക്ക് സംഭവിക്കുന്നത്, അവർക്ക് പൊതുവെ 12-ാം ഭാവത്ത് ചന്ദ്രയാൽ 12-ൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ്. 7.5 ശനി കാലഘട്ടമാണ്. അപ്പോൾ ഈ 7.5 ശനി കാലഘട്ടം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയധികം വിഷമം, പ്രയാസം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അലസത, മടി, കാര്യങ്ങൾക്കൊക്കെ തടസ്സം, അതുപോലുള്ള പല 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 സംഭവവികാസങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ 2027 6-ാം മാസത്തിൽ ശനി രാശി മാറുമ്പോൾ അത് ജന്മശനിയായിട്ട് പരിഗണിക്കുന്നു. ചന്ദ്രയാൽ 12-ൽ നിന്ന ശനി മേടൻ രാശിയിലേക്ക് നീചസ്ഥിതിയിലേക്കാണ് വരുന്നത്. അത് നമുക്കറിയാം. 7.5 ശനി എന്ന് പറഞ്ഞാൽ കുറച്ച് ദുരിതം പിടിച്ച കാലമാണ്. ആ കാലത്തിൻ്റെ തന്നെ ഏറ്റവും കുറച്ചൊക്കെ രൂക്ഷമായിട്ടുള്ള വശമാണ് ജന്മശനി കാലഘട്ടം. ജന്മശനിയിലേക്ക് പോകുമ്പോൾ ഈ ശനിയുടെ നീചരാശിയായിട്ടുള്ള മേടത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ മേടത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, മേടം എന്ന് പറയുന്നത് ശനിയുടെ നീചരാശിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചില വിഷമതകൾ കൂടുതലായിട്ട് അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. 7.5 ശനിയുടെ തന്നെ നടുമധ്യകാലമായിട്ടുള്ള ഈ ജന്മശനി ഘട്ടം പൊതുവെ എല്ലാ മനുഷ്യർക്കും അല്ലെങ്കിൽ ഏത് കൂറുകാർക്കും ഒരുപോലെ തന്നെ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ്. പക്ഷേ ഇവിടെ ശനി നീചത്തിലേക്കും കൂടി വരികയാണ്. ശനി നീചത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ മരണഭയം അല്ലെങ്കിൽ മരണം, ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെയുള്ള നമ്മുടെ സ്വന്തമായിട്ടുള്ള ശരീരത്തിൻ്റെ മരണം തന്നെ ആയിക്കൊള്ളുന്നില്ല, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ മരണം, പ്രത്യേകിച്ച് ദുർമരണമൊക്കെ കണ്ട് വിഷമിക്കാൻ ഇടവരിക, പറഞ്ഞ് പേടിപ്പിക്കാൻ അങ്ങനെയൊക്കെ തീർത്തും സംഭവിക്കുന്ന കാര്യമല്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം, ഒരു മരണഭയം, അതുമാതിരി രോഗഭയം, അതുപോലെ ഉള്ള കാര്യങ്ങൾ, അതുമാതിരി ശത്രുക്കൾ വർദ്ധിക്കാൻ ഇടവരിക, അതാണ് ഏറ്റവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഔദ്യോഗിക മേഖലയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും പൊതുപ്രവർത്തന മേഖലയിലാണെന്നുണ്ടെങ്കിലും അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം വലിയ മത്സരത്തിന് ഇടവരിക എന്നുള്ളതാണ് ഈ ശത്രുവർദ്ധന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ വളരെ സൗഹാർദ്ദവും സ്നേഹവും ആയിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളിലാണെങ്കിലും, അതേമാതിരി മേലുദ്യോഗസ്ഥന്മാരെന്നുള്ള രീതിയിലൊക്കെ ഒരു ഓഫീസിനെയൊക്കെ വേറെ ആർക്കും പരാതിയില്ലാതെയൊക്കെ എല്ലാവർക്കും പരസ്പരം സൗഹാർദ്ദവും സ്നേഹമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതായിട്ടുള്ള അത്തരം ബന്ധങ്ങളിലൊക്കെ പെട്ടെന്ന് ചില കലഹ സ്വഭാവങ്ങളും അതുമൂലം ഉണ്ടാവുന്ന മനഃശാന്തി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാതിരി കള്ളക്കേസുകൾ വരിക, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് എതിരായിട്ട് ചില ആരോപണങ്ങൾ ഉണ്ടാവുക, കേസുകൾ വരിക, ജസ്റ്റിസ് നേരിടുക, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഈ ജന്മശനിയുടെ പ്രത്യേകതയാണ്. ശനിയെ സംബന്ധിച്ചിടത്തോളം ബലമുള്ള സമയങ്ങളിൽ നമുക്കിപ്പോൾ സമയത്തിൻ്റെ ദോഷം കൊണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കഴിഞ്ഞാലും, ശനി ബലമുള്ള രാശിയിലാണ് സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതൊന്നും വലിയ രൂക്ഷമായിട്ട് ഭവിക്കാറില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നീചരാശിയിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര കണ്ട് സൂക്ഷിക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട് മേടക്കൂറുകാർ. നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞ കൊല്ലത്തേക്കാരൊക്കെ വളരെ രീതിയിൽ നല്ല രീതിയിലേക്ക് വ്യാഴം വന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ പെരപണി, അതേമാതിരി പിതൃസ്വത്തുക്കളുടെ ലഭ്യത, വാഹനയോഗം, വാഹനം കൊണ്ട് വരുമാനം ഉണ്ടാവുക, അതുപോലെ സ്ഥാപനങ്ങൾ തുടങ്ങുക, ഫാം ബിസിനസ്സുകൾ, പശു ഫാമുകൾ, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, ഗോക്കളുടെ വർധനവ് എന്നൊക്കെ പറയുന്നുണ്ട്. മാതാവിന് സൗഖ്യം, അതേമാതിരി വാസസ്ഥലങ്ങൾ, വീടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, അതേമാതിരി
പശുക്കളിൽ നിന്ന് ലാഭം ഉണ്ടാവുക, അല്ലെങ്കിൽ പൊതുവെ ബിസിനസ്സിലും അങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ ശനിയുടേതായിട്ടുള്ള മാറ്റം ജന്മശനി തലത്തിലേക്കാണ്. അത് നീചത്തിലേക്കാണ് ശനി വന്നുകൊണ്ട് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അപകടങ്ങൾ, മരണഭയം, വളരെ വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ദുരിതങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, ഇങ്ങനെ പല പല കാര്യങ്ങളും ഈ പുതുവത്സര കാലത്ത് മേടക്കൂറുകാർക്ക് അനുഭവയോഗ്യമാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വേറൊരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റമുണ്ട്. 2026 ഡിസംബറോടെ രാഹു കേതുകൾക്കും രാശി മാറുകയാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രാഹുകേതുക്കളുടെ രാശിമാറ്റം ഒരുവിധം അനുകൂലമായിട്ട് വരികയാണ്. രാഹു ബാക്കിയുള്ള ഗ്രഹങ്ങളെപ്പോലെയല്ല പുറകോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് രാഹുകേതുക്കളെന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പലതും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടെ മേടക്കൂറുകാർക്ക് ഈ രാഹു ഭാഗ്യസ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ 9ാം ഭാഗത്തേക്കാണ് വന്നത്. ഈ രാഹു എന്ന് പറയുന്നത് ശനിയുടെ ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ശനിയാണ് രാഹു ഫലത്തിൽ. പക്ഷെ ഇവിടെ ഈ രാഹുവിൻ്റെ വരവ് ഒരു പരിധി വരെ ഈ ശനിയുടേതായിട്ടുള്ള മാറ്റത്തിനെ, അതിൻ്റെ ദോഷങ്ങളെ ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ഇതിനൊന്നും ഒരു പരിഹാരമില്ലേ എന്നുള്ള ചോദ്യത്തിന് ജ്യോതിഷപരമായിട്ട് ഇങ്ങനത്തെ വിഷയത്തിനൊക്കെ പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ശനിപ്രീതികരങ്ങളായിട്ടുള്ള വഴിപാടുകൾ ചെയ്യണമെന്നുള്ളതാണ്. ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ എന്ന് പറയുമ്പോൾ പരമശിവൻ, ശാസ്താവ്, ഹനുമാൻ സ്വാമി അതുപോലുള്ള മൂർത്തികളെയൊക്കെ സേവിക്കുന്നതും ശനിയാഴ്ച ദിവസങ്ങളിൽ ഇത്യാദി ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. പരമശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലികൾ നടത്തുക, അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റ്ലമാല ഇത്യാദി കാര്യങ്ങൾ ചാർത്തി തൊഴുക, ഹനുമാൻ ചാലീസ ജപിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളുതിരി കത്തിക്കുക, ശബരിമല പോലുള്ള പുണ്യസ്ഥാനങ്ങളിലേക്ക് പോവുക, കൃത്യമായിട്ട് വ്രതമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ നടത്തുക, അതൊക്കെ വളരെ നല്ലതാണ്. ശനിയുടേതായിട്ടുള്ള ദോഷങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ ഇപ്പോൾ ഈ പറഞ്ഞതായിട്ടുള്ള മൂർത്തികളെയൊക്കെ സേവിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ സർവോപരി സർപ്പപ്രീതി കൈവരുത്തുക. സർപ്പക്ഷേത്രങ്ങൾ, ശനിയാഴ്ച ദിവസങ്ങളിൽ സർപ്പക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, 100 പാലും കൊടുക്കുക, അതേമാതിരി വച്ചു നേദ്യം, പാൽപ്പായസ ഹോമം, അങ്ങനെയൊക്കെ പല പല രീതികളുണ്ട്. അപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ പാമ്പും മേക്കാട്, മണ്ണാറശാല അതുപോലെ സ്ഥലങ്ങളിൽ പോണതും സർപ്പപ്രീതികരങ്ങളായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം നല്ലതാണ്. ശത്രു സംഹാര പൂജകൾ, ഭാഗ്യസൂക്ത അർച്ചനകൾ, അതേമാതിരി ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ മാറി കുടുംബജീവിതം നന്നാവാനായിട്ട് ഐക്യമത്യ സൂക്താർച്ചന, അതുപോലുള്ള വഴിപാടുകളും കാര്യങ്ങളും പ്രാർത്ഥനയും ഒക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപോലെ കൊണ്ടുപോകാനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദൂഷ്യ അല്ലെങ്കിൽ ഈ കഷ്ടകാലത്തു നിന്നൊക്കെ നമുക്ക് വളരെയധികം മാറ്റം വരുന്നതാണ്. അതുപോലെ എല്ലാത്തിലും ഉപരി ഈ ഗ്രഹങ്ങളുടെ മാറ്റം മാത്രമല്ല, എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മുടെ സമയം, ഇപ്പോഴത്തെ സമയം എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതിനായിട്ട് നല്ല രീതിയിലുള്ളൊരു ജ്യോതിഷ ആചാര്യനെ കൊണ്ട് ജാതകം പരിശോധിപ്പിച്ച് ഇപ്പോഴത്തെ ദശ എന്താണ്, കാര്യങ്ങൾ എന്താണ് ഇതൊക്കെ മനസ്സിലാക്കണം. ഇപ്പോൾ വ്യാഴത്തിൻ്റെ ശനിയുടെയൊക്കെ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് സ്വസിദ്ധമായിട്ട് ഇപ്പം നല്ലൊരു സമയത്ത് നല്ലൊരു ദശയിൽ ആണ് നമ്മൾ കഴിഞ്ഞു പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടുതൽ ബാധിക്കാണ്ട് വരില്ല. ആ സമയത്ത് സ്വതവേ നമ്മുടെ സമയവും കൂടി കുറച്ച് മോശ സമയമാണെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ചേരുന്നത്. അതുകൊണ്ട് ജ്യോതിഷ ജാതക പരിശോധന നടത്തി അതിനുള്ള കൃത്യമായിട്ടുള്ള കർമ്മങ്ങളും ചെയ്യണം എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ള വീഡിയോകൾ കണ്ടും അതിൽ കമൻസിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് അവരുടെ സമയവും ഇതൊക്കെ ആയിട്ട് ഇങ്ങോട്ടൊക്കെ അറിയിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത്, അങ്ങനെ കമൻസിൽ വരികയല്ല വേണ്ടത്,
നിങ്ങൾക്ക് അതിനായിട്ടൊരു വാട്സാപ്പ് നമ്പർ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാനായിട്ട് നോക്കി ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആൾക്കാർ നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കുന്നതായിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, സമയം, അതുമാതിരി ജില്ല, അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇവ വളരെ ലളിതമായിട്ട് ചേർക്കുകയും അപ്പോൾ നമ്മൾ സമയം പോലെ അതിനുള്ള പരിഹാരം നൽകുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് നന്ദി. അതുപോലെ നിങ്ങളെല്ലാവർക്കും, നിങ്ങളുടെ കൂട്ടുകാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ വിപുലമായിട്ടുള്ള ജ്യോതിഷപരമായിട്ടുള്ള പല പല കാര്യങ്ങളും നമ്മുടെ വീഡിയോയിലേക്ക് കൂടെ വരാനിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ വളരെ സുഗമമായിട്ട് നിങ്ങളുടെ അടുത്ത് ലഭിക്കുന്നതിനും കാര്യങ്ങൾക്ക് എല്ലാത്തിനുമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളെ നമ്മൾ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എല്ലാ മേടക്കൂറുകാർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്.